സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ പൂക്കോട് വെറ്ററിനറി കോളേജിൽ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കൂടുതൽ അധ്യാപകർക്ക് ഹോസ്റ്റലിന്റെ ചുമതല നൽകി. CCTV ക്യാമറകളും സ്ഥാപിക്കും. സിദ്ധാർത്ഥനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതെന്ന വൈത്തിരി വാർഡ് മെമ്പർ NK ജ്യോതിഷ് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ പോലീസ് സംഘം മൊഴി രേഖപ്പെടുത്തും. ഓരോ ഹോസ്റ്റലിലും ചുമതലക്കാരായി 4 അധ്യാപകർ. 3 നിലകൾ ഉള്ള ഹോസ്റ്റലിൽ ഓരോ നിലയിലും ചുമതലക്കാർ. ഒരു അസിസ്റ്റന്റ് വാർഡനെ ഹോസ്റ്റലിന്റെ മൊത്തം ചുമതല. ഹോസ്റ്റലുകളിൽ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കും. ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ CCTVകൾ ഇതിനകം സ്ഥാപിച്ചു. VCയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഹോസ്റ്റൽ പരിഷ്കാരങ്ങൾക്കുള്ള ശുപാർശ. അതേസമയം സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമെന്ന് ആരോപിച്ച് BJP കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ MM മണിക്കെതിരെ ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ആരാണ് ഈ സിദ്ധാർത്ഥനെ, തിരുവനന്തപുരത്തേക്ക് വന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിച്ചത് ആരാണ്? ഇടുക്കി ജില്ലയിലെ MM മണിയുമായി ഏറ്റവും ബന്ധമുള്ള ഒരു SFI പ്രവർത്തകനാണ് ഇതുവരെ പോലീസിന് പിടികൊടുക്കാതെ ഇടുക്കിയിലെ CPM നേതൃത്വത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്നത്. മരണത്തിൽ കക്ഷി രാഷ്ട്രീയം കാണേണ്ടെന്നും കുടുംബത്തോടൊപ്പം സർക്കാരുണ്ടെന്നും ബിനോയ് വിശ്വം. ഞങ്ങൾ ആ മരണത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ആ മരണം നിർഭാഗ്യകരമാണ്. സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തോട് ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഐക്യദാർഢ്യമുണ്ട്. അവരുടെ കൂടെയാണ് ഗവൺമെൻറ് ആകാൻ നിൽക്കുന്നത്. അതേസമയം കേസിൽ വൈത്തിരി പഞ്ചായത്ത് അംഗം NK ജ്യോതിഷ് കുമാറിൽ നിന്ന് മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. 24 എൻകൗണ്ടർ ചർച്ചയിലെ വെളിപ്പെടുത്തലിലാണ് നോട്ടീസ് നൽകുക. ചർച്ചയിൽ ജ്യോതിഷ് കുമാർ നടത്തിയത് ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നാണ് വെളിപ്പെടുത്തൽ. ഇതിനുശേഷം 2 SFIക്കാർ അകത്തുകയറി വാതിലടച്ചുവെന്നും 5 പേർ പുറത്തുനിന്ന് വാതിൽ പൊളിച്ച് ആത്മഹത്യ എന്ന് വരുത്തി തീർത്തുവെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. ഇക്കാര്യം കോളേജിലെ കുട്ടികൾ തന്നോട് പറഞ്ഞുവെന്നും ജ്യോതിഷ് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകുക. 24 വയനാട്.